Hello everyone, welcome back. Today I am going to share with you the basic concepts of Vastu when designing a home. ഞാൻ ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ വീടിനും ബേസിക് ആയിട്ടുള്ള വാസ്തു പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. And all my clients were happy that these basic rules were actually kept in my mind when I had designed their homes. First and foremost, what is this Vastu? നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഏൻഷ്യൻ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ആർക്കിടെക്ചർ. ഇതാണ് വാസ്തു എന്ന് പറയുന്നത്. വാസ്തുവിന്റെ ഫോക്കസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിനെ നമ്മുടെ നാച്ചുറൽ എനർജീസ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈ നാച്ചുറൽ എനർജീസ് എന്ന് പറയുന്നത് 5 ഫണ്ടമെന്റൽ എലിമെന്റ്സ് ആണ്: എർത്ത്, സ്കൈ, എയർ, വാട്ടർ ആൻഡ് ഫയർ. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ 5 എലിമെന്റ്സ് തമ്മിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ചെയ്തെടുക്കാൻ പറ്റും. Now the next question would be, why do we need such a harmonious and balanced living space? എന്തിനാണ് നമുക്ക് ഇതിന്റെ ഒരു ആവശ്യം? എപ്പോഴും നമ്മുടെ വീടിന്റെ അകത്ത് ഒരു പോസിറ്റീവ് എനർജി ഫ്ലോയ്ക്കും നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിന്റെ ആവശ്യം. Now what will happen if അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there can happen some issues at home. ആർക്കെങ്കിലും എന്തെങ്കിലും ജോബ് ഇഷ്യൂസ് ആയെന്നിരിക്കും, ജോബ് ലോസോ അല്ലെങ്കിൽ ബിസിനസ് സെറ്റ് ബാക്സോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നെന്നിരിക്കും, എന്തെങ്കിലും റെക്കറിംഗ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ്, അല്ലെ പിള്ളേരുടെ സ്റ്റഡി ഇഷ്യൂസ്, മാരേജ് ഇഷ്യൂസ്, അല്ലെ മെമ്പേഴ്സ് തമ്മിൽ ആർഗ്യുമെന്റ്സും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെ വന്നെന്നിരിക്കും. ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പറ്റുന്നത്. Now the next question would be, how do we create such a balanced and harmonious living space? നമ്മുടെ ഈ 5 ഫണ്ടമെന്റൽ എലിമെന്റ്സ് ഓരോ ഡയറക്ഷൻസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഇപ്പൊ എർത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെന്റർ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്, സ്കൈയുടെ ഡയറക്ഷൻ ഇസ് വെസ്റ്റ്, എയറിന്റെ ഡയറക്ഷൻ ഇസ് നോർത്ത് വെസ്റ്റ്, വാട്ടറിന്റെ ഡയറക്ഷൻ നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ്, ഫയറിന്റെ ഡയറക്ഷൻ ഇസ് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ്. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓരോ റൂംസും അതിൻ്റെതായ ഡയറക്ഷൻസിൽ വേണം പ്ലാൻ ചെയ്ത് വരയ്ക്കാനായിട്ട്. അപ്പോഴാണ് നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ സൗത്ത് വെസ്റ്റ് വേണം മാസ്റ്റർ ബെഡ്റൂം വരാനായിട്ട്, സൗത്ത് അല്ലെങ്കിൽ വെസ്റ്റ് വേണം സ്റ്റെയർ കേസ് വരാനായിട്ട്, സൗത്ത് ഈസ്റ്റ് വേണം നമ്മുടെ കിച്ചൺ, ലിവിംഗ് റൂം നമുക്ക് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്തിൽ വേണേൽ കൊടുക്കാൻ പറ്റും, നോർത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് പ്രെയർ റൂം പ്ലാൻ ചെയ്യാൻ പറ്റും, നോർത്ത് വെസ്റ്റില് കിച്ചൺ അല്ലെങ്കിൽ കിഡ്സ് ബെഡ്റൂം പ്ലാൻ ചെയ്യാൻ പറ്റും. ഓരോ ബെഡ്റൂമിന്റെ ബാത്റൂംസ് നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റിൽ നമുക്ക് കൊടുക്കാം. ഇപ്പം കേരളത്തിന്റെ വിൻഡിന്റെ ഡയറക്ഷൻ വെച്ചിട്ട് നമുക്ക് നോർത്ത് ഈസ്റ്റിൽ വേണേലും നമുക്ക് കിച്ചൺ പ്ലാൻ ചെയ്യാം. കിച്ചന്റെ റൂമിന്റെ നോർത്ത് ഈസ്റ്റിൽ വേണം നമ്മൾ സിങ്ക് കൊടുക്കാനായിട്ട്, എന്നിട്ട് സൗത്ത് ഈസ്റ്റിൽ വേണം നമ്മൾ ഹുഡും ഹോബും കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഈസ്റ്റ് നോക്കി വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ പ്ലോട്ടിനെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചും വാസ്തുവിൽ പറയുന്ന കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഇത് ഞാൻ എന്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ.